എന്റെ കുട്ടികളെ ഞങ്ങളുടെ തറവാടിന്റെ മാനം കാട്ടു. ഞാനും വിചാരിച്ചു ഗ്രൂപ്പ് സ്റ്റേജിൽ ഇമ്മാതിരി കളിയൊക്കെ കളിച്ചിട്ടേ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ കയറിയിട്ട് കപ്പൊക്കെ അടിക്കുമെന്ന് വിചാരിച്ചു. ഭാഗ്യം തറവാടിന്റെ മാനം കാത്തല്ലോ. എന്റെ പൊണ്ണ് കാറ്റാലെ ഒരു കാര്യം പറയട്ടെ, ആ മുംബൈ സിറ്റി എന്നുള്ള ടീമേ അവന്മാര് സെമി കാണോ എന്നുള്ള ഡൗട്ടിൽ വന്ന് കളിക്കുന്ന ഒരു ടീമാണ്. നമുക്ക് എങ്ങനെയാണോ ഒരു ഡ്രോ മതി നമുക്ക് സുഖമായിട്ട് സെമി കയറാൻ വേണ്ടിയിട്ട്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതും ഇത്രയും ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡിനെ ഇറക്കി വെച്ചിട്ട് ഡിഫൻസ് കളിക്കാൻ പോയിരിക്കണം ഫുൾ ടൈം, അതും ഒരു ഗോള് പോലും അടിക്കാനുണ്ട്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്റെ കാറ്റാലെ. പ്ലേയേഴ്സിന്റെ കാര്യം പോട്ടെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സന്ദീപ് അവനൊക്കെ എത്ര കാലമായി ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ഒരു ഒരു ഡിസിപ്ലിൻ പഠിച്ചിട്ടില്ലേ? ആ ഒരൊറ്റ ഇൻസിഡന്റ് മൂലം ടീമിനെ മൊത്തത്തിൽ ഇറങ്ങേണ്ടി വന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കത് പറയാൻ വയ്യ. എനിക്ക് കോച്ചിനോടാണ് പറയാനുള്ളത്, ഇത്രയും നല്ലൊരു സ്കോഡ് കിട്ടിയിട്ട് ഒരു ഗോളെങ്കിലും അടിച്ച് കളി സേഫ് ആക്കണ്ടേ? അല്ലാണ്ട് ഈ 90 മിനിറ്റ് നിങ്ങൾ ഈ 0-0 കളിക്കാൻ തന്നെയാണ് നിങ്ങളുടെ പ്ലാന്? അറിയാണ്ട് ചോദിക്കണേ. ഇത്രയും നല്ലൊരു ചാൻസ് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ കിട്ടിയ ഇത്രയും ഒരു ഈസി ചാൻസ് ഇല്ല സെമിക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതുപോലും എന്നാലേ ഈ വിധി നമുക്ക് അനുകൂലമായിരുന്നു. ആ വിധിനെ നിനക്ക് മാറ്റിയാൽ തന്നെ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയാണല്ലേ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തം ഒരു ദിവസം. നമുക്ക് സത്യം പറഞ്ഞല്ലേ, നമുക്ക് ഈ കപ്പും കൊപ്പൊന്നും കിട്ടാൻ പോകണില്ല ഇമ്മാതിരി കളിയാണെന്നുണ്ടെങ്കിൽ. അതെനിക്ക് ഏകദേശം ഉറപ്പാണ്. ഈ വീഡിയോയുടെ ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ പോയി കണ്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ, ഈ വീഡിയോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ഇട്ടോ അല്ലെങ്കിൽ കമന്റ് ഇട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ.